കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിലൂടെ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളെ ദാനിയേൽ പ്രവചനത്തെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ദിനമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ദാനിയേൽ പ്രവചനത്തെ നമുക്ക് അതിൻ്റെ പ്രാരംഭ ഭാഗം, ഇൻട്രൊഡക്ഷൻ, ചില ഭാഗങ്ങളാണ് പഠിച്ചത്. നമ്മൾ ഈ പ്രവചന പുസ്തകത്തെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ അധ്യായം മുതൽ 6-ാമത്തെ അധ്യായം വരെ ചരിത്രപരമാകുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം 7 മുതൽ 7-ാമത്തെ അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെ പ്രവചനപരമായ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്ക് എന്ത് സംഭവിക്കും, ഇസ്രായേൽ ദൈവരാജ്യത്തിൻ്റെ വരവ്, ലോകരാജ്യങ്ങളുടെ അധപ്പതനം, അതിന് നടുവിൽ ദൈവത്തിൻ്റെ രാജ്യം ദൈവം സ്ഥാപിച്ചെടുക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ വിവിധ ദർശനങ്ങളിലൂടെയും ഒക്കെയാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് 2 ഭാഷകളിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. സാധാരണ പഴയ എല്ലാം എബ്രായ ഭാഷയിൽ എഴുതി എന്ന് പറഞ്ഞാലും ഈ ദാനിയേൽ പുസ്തകത്തിനകത്ത് 2 ഭാഷയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1-ാം അധ്യായം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വരെയും 8-ാം അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെ എബ്രായ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്, എബ്രായ ഭാഷയിൽ. എന്നാൽ 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ അധ്യായം വരെ അരാമ്യ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പുസ്തകത്തെ പ്രധാനമായും 2ആയി തിരിക്കും. ഒന്ന് ചരിത്രപരമായ കാര്യങ്ങൾ, മറ്റൊന്ന് പ്രവചനപരമായ കാര്യങ്ങൾ. പ്രവചനപരമായ കാര്യങ്ങൾ പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടിട്ടില്ല, അത് നിവർത്തിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. ചരിത്രപരമാകുന്ന കാര്യങ്ങളിലൂടെ നാം നോക്കുമ്പോൾ ദൈവം തൻ്റെ ആധിപത്യത്തെക്കുറിച്ചും ലോകരാഷ്ട്രങ്ങളുമേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ ആ ഭാഗം തുടർന്ന് ദൈവം അനുവദിച്ച് നമ്മൾ അങ്ങോട്ട് ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുവാൻ വേണ്ടി നെബൂഖദ്നേസർ രാജാവ് വരുന്നു. BC 606 വന്നു. അവിടുന്ന് യഹോവയാക്കീം രാജാവായിരുന്നു. അദ്ദേഹത്തെ പിടിച്ച് ബാബിലോണിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എന്നാൽ ചില കാരണങ്ങളാൽ വീണ്ടും അവിടെ ആക്കിയിട്ട് ആലയത്തിലെ പൊൻപാത്രങ്ങളെയും കുറേ ആളുകളെയും കൂടെ പിടിച്ചുകൊണ്ട് പോയി. അതായത് വ്യക്തമായി പറയുന്നത്, രാജസന്തതിയിലും കുലീനന്മാരും അംഗവൈകല്യം ഇല്ലാത്തതുമായിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെയാണ് പിടിച്ചിട്ട് പോയത്. ബാബിലോൺ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയാണ്. വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും ജ്യോതിഷത്തെക്കുറിച്ചും ഗണിതശാസ്ത്രം, സാഹിത്യം, ഭാഷ എന്നീ 4 ഇനങ്ങളിൽ ഭയങ്കരവാദിയമായി പ്രസിദ്ധി ആർജിച്ചതായിരുന്നു ബാബിലോണിയ കാര്യങ്ങൾ. ബാബിലുണ്ടായിരുന്നു. ഈ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ രണ്ടാമത് വീണ്ടും വരുന്നു. അവിടുന്ന് വീണ്ടും
10,000-ൽ പരം ആളുകളെയും കുറേ കൊല്ലന്മാരെയും ആശാരിമാരെയും എല്ലാം ഇവിടുന്ന് വീണ്ടും കൊണ്ടുപോകും. ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാഷ്ട്രം ഒരു ബഹുദൈവ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ പ്രധാനപ്പെട്ട ദൈവങ്ങളെന്ന് പറയുമ്പോൾ മാർദൂക്ക്, ബേൽ, നെബോ എന്ന് പറയുന്ന ദൈവങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട ദൈവങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏകദേശം പഠിച്ചു നിർത്തിയത്. നമുക്കിനി തുടർന്ന് അങ്ങോട്ട് പഠിക്കാം. ദാനിയേലിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ദാനിയേലിന് ഏകദേശം ഒരു ടീനേജ് പ്രായമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴേ ദാനിയേലിനെ കൂട്ടരെ കൊണ്ടുപോയിരുന്നു BC 606. ദാനിയേൽ ഒരു രാജകീയ കുടുംബത്തിൽപ്പെട്ടവനാണ്. യെഹെസ്കേലിന്റെ കാലഘട്ടത്തിൽ നിന്ന് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞായിരുന്നു, രണ്ടുപേരും നല്ല കുടുംബത്തിൽ ജനിച്ചവരാണ്. യെഹെസ്കേൽ പുരോഹിത കുടുംബത്തിലും ദാനിയേൽ രാജകുടുംബത്തിലും ജനിച്ചു. ഈ രണ്ടുപേരും പ്രവാസത്തിലേക്ക് പോയി. പ്രവാസത്തിലേക്ക് ചെന്നു. പക്ഷെ രണ്ടുപേർക്കും താമസിക്കാൻ കിട്ടിയ ഇടവും അവരെ പ്രവാസികളുടെ കൂട്ടത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട രണ്ട് അഭിഷക്തന്മാരാണ്. എന്നാൽ രണ്ടുപേരുടെയും താമസിക്കാൻ കിട്ടിയ സാഹചര്യവും ജോലി എല്ലാം ഡിഫറൻ്റ് ആയിരുന്നു. ദാനിയേൽ രാജകൊട്ടാരത്തിൽ സകലവിധമാകുന്ന പദവികളോടും നല്ല അനുഭവങ്ങളോടുകൂടിയായിരുന്നു ദാനിയേൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ യെഹെസ്കേൽ കഴിഞ്ഞിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ ബാബേൽ കേബാർ നദീതീരത്തായിരുന്നു. അവന് രാജകീയമാകുന്ന അനുഭവങ്ങളൊന്നുമില്ല. കേബാർ നദീതീരത്ത് ഇരിക്കുന്നു. എന്നാൽ അവൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രവാസികളുടെ ഇടയിലായിരുന്നു. ദാനിയേലിന്റെ ശുശ്രൂഷ രാജകൊട്ടാരത്തിനകത്തും രാജാവിനോട് ബന്ധത്തിലും ലോകരാഷ്ട്രങ്ങളുടെ ബന്ധത്തിലുമായിരുന്നു തൻ്റെ ശുശ്രൂഷ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത്, രണ്ടുപേരും ഒരുമിച്ച് പോയി. രണ്ടുപേരെ ദൈവം ആക്കി വെച്ച സ്ഥാനങ്ങൾ ഡിഫറൻ്റാണ്, ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഡിഫറൻ്റാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എന്നാൽ ദാനിയേലിനുണ്ടായതായ അല്ലെങ്കിൽ ദാനിയേലിനും കൂട്ടർക്കും ഉണ്ടായതായ ചില ചലഞ്ചസുകൾ, പരിശോധനകൾ, പരീക്ഷകൾ യെഹെസ്കേലിനുണ്ടായിട്ടില്ല. ദാനിയേലിനും കൂട്ടർക്കും ചെന്നപ്പോഴേ പേര് മാറ്റി, ഭക്ഷണം ചേഞ്ച് ചെയ്തു. നമുക്കറിയാം, തീയിൽ കൂടെ കടക്കേണ്ടി വന്നു, സിംഹക്കുഴിയിൽ പോകേണ്ടി വന്നു, ഒരുപാട് പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയി. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കി നമ്മുടെ ജീവിതം ഒരിക്കലും കമ്പയർ ചെയ്യല്ലേ. നമ്മുടെ ആത്മീയ നിലവാരവും മറ്റുള്ള ആത്മീയ നിലവാരവും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. ദൈവം നമ്മെ തന്നിരിക്കുന്ന താലന്തുകളിന്മേൽ കമ്പയർ ചെയ്യാൻ പാടില്ല. ദൈവം വിവിധ സ്ഥാനങ്ങൾ, ദൈവത്തിന് പ്രത്യേക പദ്ധതിയും പ്ലാനുമൊക്കെ ഉള്ളത് കൊണ്ടാണ് ദൈവം നമ്മെ പലയിടങ്ങളിലായി പ്രത്യേക ദൗത്യങ്ങൾ തന്ന് നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മെ എവിടെ ആക്കിയിരിക്കുന്നുവോ നാം അതിൽ വിശ്വസ്തരായി ദൈവത്തെ സേവിക്കുകയും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞ ഉപമയ്ക്കകത്ത് പറഞ്ഞായിരുന്നു, 5 താലന്ത് കിട്ടി, 2 താലന്ത് കിട്ടി, 1 താലന്ത് കിട്ടി. ലഭിച്ചതിലല്ല ഇമ്പോർട്ടൻ്റ്, ആ ലഭിച്ചത് ഉപയോഗിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് അവർക്ക് കൊടുത്ത പോലെ എനിക്ക് തരാത്ത എന്താണ് നാം ഒരിക്കലും ചോദിക്കാൻ നാം പാടില്ല. അവർക്ക് ദൈവം രാജകീയ അനുഭവങ്ങൾ കൊടുത്തു എങ്കിൽ നാളെ തീച്ചുള്ള അനുഭവം അവർക്കുണ്ടാകും. അപ്പോൾ ദൈവമക്കളുടെ ജീവിതം ഒരു ബാലൻസ്ഡ് ജീവിതമാണ്. അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന കംഫോർട്ടല്ല എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നാം ഒരിക്കലും
മറ്റുള്ളവരുടെ നന്മ കണ്ടിട്ട് അസൂയപ്പെടുവാനും അത്യാഗ്രഹം കാണിക്കുവാനും പാടില്ല. നിന്നെ ദൈവമാക്കി വച്ചിരിക്കുന്ന സ്ഥാനമുണ്ട്, അതിന് പദവിയുണ്ട്, അതിന് ദൗത്യമുണ്ട്. അത് നമ്മൾ വിശ്വസ്തയോട് ചെയ്ത് മുൻപോട്ട് പോകുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമുക്ക് ദാനിയേൽ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം ഒന്ന് വായിക്കാം. യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ഷീനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാര ഗൃഹത്തിൽ വെച്ചു. ഓക്കെ, നെബൂഖദ്നേസർ എന്ന് പറയുന്ന പേര് വാസ്തവത്തിൽ ബാബിലോൺ നിയമം ഒരു പേരാണെങ്കിലും ബാബിലോൺകാരെ രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് നെബൂഖദ്നേസർ എന്നല്ല. അത് നെബൂഖുദ്രി ഉഡ്സർ എന്നാ കൊടുത്തേക്കുന്നത്. അത് യഹൂദന്മാർ തങ്ങളുടെ ഭാഷയിൽ അത് പ്രൊനൗൺസ് ചെയ്തപ്പോൾ നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ് അപ്പോൾ എബ്രായ ഭാഷാന്തരത്തിലുണ്ടായ പദപ്രയോഗമാണ് നെബൂഖദ്നേസർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ബൈബിളിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ നെബൂഖദ്നേസർ പറയുന്നു, യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ 3-ാമത്തെ ആണ്ടിൽ എന്നെടുത്ത് പറയുന്നു. ഇവിടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ജെരമ്യാ പ്രവചനം 46-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചേ. ജെരമ്യാ ചാപ്റ്റർ 46 വേഴ്സ് 2. ഫ്രാത്ത് നദീതീരത്ത് കർക്കെമീഷിൽ ഉണ്ടായിരുന്നതും ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ 4-ാം ആണ്ടിൽ തോൽപ്പിച്ചു കളഞ്ഞതുമായ ഫറവോൻ നെഖോ എന്ന മിസ്രയീം രാജാവിന്റെ സൈന്യത്തെ കുറിച്ചുള്ളത് തന്നെ. ഓക്കെ, ആ ഭാഗത്ത് പറയുന്നു യെഹോയാക്കീമിന്റെ 4-ാമത്തെ ആണ്ടെന്നാ പറയും. ദാനിയേൽ പുസ്തകത്തിൽ വരുമ്പോൾ യെഹോയാക്കീമിന്റെ 3-ാമത്തെ ആണ്ടെന്നാ പറയുന്നത്. ഇത് തമ്മിലൊരു അല്പം വ്യത്യാസമുണ്ട്. ഒരിടത്ത് 4-ാമത്തെ ആണ്ടെന്നും മറ്റേതിനകത്ത് 3-ാമത്തെ ആണ്ടെന്നും. ബാബിലോൺകാരുടെ കാലക്കണക്കനുസരിച്ച് ദാനിയേൽ അത് പഠിച്ചിട്ട് ബാബിലോണിയൻ കാൽക്കുലേഷൻ അനുസരിച്ചാണ് ദാനിയേൽ 3 വർഷം എന്ന് പറയുന്നത്. മറ്റേ യെരമ്യാവ് യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ചാണ് 4 വർഷം എന്ന് പറയുന്നത്. അതായത് ഈ ബാബിലോൺകാരെ സംബന്ധിച്ച് ഒരു രാജാവ് ഒരു വർഷത്തിൻ്റെ പകുതി ഭാഗമാകുമ്പോൾ, പകുതി മാസമാകുമ്പോൾ അദ്ദേഹം രാജസ്ഥാനത്ത് വരുന്നു. അപ്പൊ ശേഷിക്കുന്ന മാസങ്ങൾ ഒരിക്കലും തൻ്റെ രാജ്യഭരണത്തിൻ്റെ ദിനങ്ങളായി കണക്കാക്കത്തില്ല. അടുത്ത കലണ്ടർ വർഷം എന്നാണോ വരുന്നത് അന്ന് മുതലാണ് 1-ാം വർഷമെന്ന് അവർ കണക്കാക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 2026 മെയ് മാസം രാജാവ് അധികാരത്തിൽ വന്നു. ശേഷിക്കുന്ന മാസങ്ങൾ നമ്മുടെ ഇവിടുത്തെ കണക്കനൊക്കെ അനുസരിച്ചാണെങ്കിൽ അവരെ ഭരണത്തിൻ്റെ 1-ാം വർഷമെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എന്നാൽ ബാബിലോൺകാർ അങ്ങനെയല്ല. ശേഷിക്കുന്ന മെയ് മുതലുള്ള ഡിസംബർ വരെയുള്ള ആ മാസങ്ങളെ വാഴ്ചയുടെ ദിനങ്ങളായി കണക്കാക്കത്തില്ല. 2027 ജനുവരി മാസം മുതലാണ് 1-ാം വർഷമായി കണക്കാക്കുന്നത്. എന്നാൽ യഹൂദന്മാരും നമ്മളുമൊക്കെ എന്ന് സ്ഥാനത്ത് ആരോഹിക്കപ്പെടുന്നോ അന്ന് മുതലാണ് 1-ാം വർഷമായി കണക്കാക്കുന്നത്.
അതുകൊണ്ട് വചനം പഠിക്കുന്നവർ ഈ ഡിഫറൻസ് കണ്ടിട്ട് തെറ്റായി ചിന്തിക്കുകയും ഒന്നും ചെയ്യരുത്. ഇത് ഞാൻ പറയാൻ കാരണം പലരും ദൈവവചനം വായിച്ചിട്ട് പറയും തെറ്റായി എഴുതി വെച്ചിരിക്കുന്നതൊക്കെ പറയാറുണ്ട്. തെറ്റല്ല, അതിൻ്റെ പിൻപിൽ പല പശ്ചാത്തലങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവവചനം പഠിക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കി മാത്രമേ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 3-ാം വർഷം എന്ന് പറയുന്നത്. ഇപ്പോൾ രാജാവിൻ്റെ 1-ാം വർഷം ഔദ്യോഗികമായി ആരംഭിക്കുന്നത് അടുത്ത കലണ്ടർ വർഷം മുതലാണ് ആരംഭിക്കുന്നത്. അതാണ് ഈ ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത്. ഇനി അതുകൊണ്ട് ഒരു രാജാവിൻ്റെ ആ ഭരണത്തിൽ കയറുമ്പോൾ ശേഷിക്കുന്ന മാസങ്ങളെ അവരെ വിളിച്ചിരിക്കുന്നത് സിംഹാസനം അതിനെക്കുറിച്ച് അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇതൊരു സ്ഥാനാരോഹണ മാസമാണ് എന്ന് മാത്രം അതിനെക്കുറിച്ച് പറയത്തുള്ളൂ. അതൊരിക്കലും രാജാവിൻ്റെ 1-ാം വർഷമായി കണക്കാക്കത്തില്ല. അതൊരു സ്ഥാനാരോഹണ വർഷം എന്ന് മാത്രമേ അവർ പറയത്തുള്ളൂ. ശേഷിക്കുന്ന 6 മാസമായാലും 7 മാസമായാലും അവർ പറയും സ്ഥാനാരോഹണ വർഷം എന്നാണ് ആ വർഷത്തെ അറിയപ്പെടുന്നത്. എന്നാൽ അടുത്ത കലണ്ടർ വർഷം മുതൽ അത് 1-ാം വർഷം എന്ന് കണക്കാക്കത്തുള്ളൂ. ഇനി യഹൂദ രാജാവായ യെഹോവയാക്കീമിനെ നെബൂഖദ്നേസർ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഒന്ന്, യഹോവയാക്കീമിനെ ഏൽപ്പിച്ചു. 2, ആലയത്തിലെ പാത്രങ്ങളെയും ഏൽപ്പിച്ചു. യഹോവയാക്കീമിനെ ഏൽപ്പിച്ചു. അദ്ദേഹത്തെ ബന്ദിയാക്കി ബാബിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാ ക്രമീകരണം ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു വാർത്ത കേട്ടു, നെബൂഖദ്നേസറിന്റെ ഫാദർ മരിച്ചുപോയി എന്ന് കേട്ടു. അപ്പോൾ ഇദ്ദേഹം വേഗം അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി അവിടെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നു, ചെന്നിട്ട് രാജാവായി തൻ സ്ഥാനമേൽക്കണം. അതുകൊണ്ട് യഹോവയാക്കീമിനെ അവിടെ വിട്ടിട്ട് വീണ്ടും ആ സ്ഥാനത്താക്കിയിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി. മടങ്ങിപ്പോകാൻ നേരത്തെ ആണ് ആലയത്തിലെ പാത്രങ്ങളിൽ ചിലത് എടുത്തുകൊണ്ട് പോകുന്നത്. ചിലരെടുത്തുകൊണ്ട് പോയി. അതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദമായി പിന്നെ പറയാം. അപ്പോൾ ഒന്ന്, യഹോവയാക്കീമിൻ്റെ ഭരണത്തിന് 3-ാം വർഷം വന്നു. അത് BC 606 വന്നു. പിടിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എന്നാൽ ഈ കാരണങ്ങളായി യഹോവയാക്കീമിനെ വിട്ടിട്ട് പോയി. എന്നാൽ പോയ കൂട്ടത്തിൽ ആലയത്തിലെ പാത്രങ്ങളെയും കുറച്ച് പേരെയും അദ്ദേഹം ഇവിടെ നിന്ന് ഷണ്ഡാധിപനെ ഏൽപ്പിച്ചിട്ട് പോയി, ഇവരെ അവിടെ കൊണ്ടുവരണം എന്ന് ഏൽപ്പിച്ചിട്ട് പോയി. വീണ്ടും എന്തുകൊണ്ടാണ് വായിക്കുന്നത്? പാത്രങ്ങളിൽ ചിലത് കൊണ്ടുപോയെന്നാണ് വായിക്കുന്നത്. അങ്ങനെയല്ല വായിക്കുന്നത്. പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചെന്നാണ് വായിക്കുന്നത്. ഇവിടെ പദപ്രയോഗം ശ്രദ്ധിക്കണം. അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചെന്ന ആലയത്തിലെ പാത്രങ്ങളെയും യഹോവയാക്കീമിനെയും നെബൂഖദ്നേസർ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു. എന്തുകൊണ്ടാണ് ചിലതിനെ ഏൽപ്പിക്കാൻ കാരണം? അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയപ്പെടുന്ന 2 കാരണങ്ങളാണ്. ഒന്നുകിൽ രാജാവ് ഇതിനെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള സൂചന കിട്ടിയപ്പോൾ ഇതിലെ കുറച്ച് പാത്രങ്ങൾ എടുത്ത് മാറ്റിക്കാണും എന്ന് അവകാശപ്പെടുന്നു. ഇല്ല എങ്കിൽ പിന്നീട് അദ്ദേഹം വന്നപ്പോൾ ബാക്കിയുള്ളതും കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നു. ഇതാണ് അതിന് കാരണങ്ങൾ. 2 കാരണങ്ങൾ ചിന്തിക്കുന്നു. ഇവിടെ ഞാൻ പറയുന്ന ഒരു പദപ്രയോഗം രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് വായിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിതിലേക്ക് നെബൂഖദ്നേസർ വന്നു, അയാളുടെ ആലയത്തിലെ പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോയി സീനാർ ദേശത്ത് ദേവൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ട് വെച്ചു, രാജാവിനെയും ഏൽപ്പിച്ചു. അപ്പം നാം മനസ്സിലാക്കേണ്ട വസ്തുത,
ദൈവത്തിൻ്റെ ഒരു കരം ഇതിൻ്റെ എല്ലാം മീതെയുണ്ട്. ദൈവം വാസ്തവത്തിൽ അനുവദിച്ചിട്ടാണ് നെബൂഖദ്നേസർ ആലയത്തിൻ്റെ അകത്ത് കയറി പാത്രം എടുത്തുകൊണ്ട് പോകാൻ കാരണം. ദൈവം അനുവദിച്ചിട്ടാണ് യഹോവയാക്കീമിനെ പിടിച്ചു കെട്ടാനുള്ള കാരണം. ദൈവം അനുവദിച്ചിട്ടാണ് അവിടുന്ന് കുറേ ചെറുപ്പക്കാരെ അവിടുന്ന് അടിമകളായി കൊണ്ടുപോകാനുള്ള കാരണം. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തത് വല്ലതുമൊക്കെ സംഭവിക്കുമ്പോൾ നാം മറ്റുള്ളവരെ കുറ്റം പറയുകയോ പഴിചാരുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം അനുവദിച്ചത് കൊണ്ട് മാത്രം. നാം നന്നായി ആ കാര്യത്തെക്കുറിച്ച് ദൈവമക്കളാകുന്നത് നമ്മൾ നന്നായി ഇത് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ പറയും പിശാച് വഴി അടച്ചു, എല്ലാം അവിടെ ആ തലയിൽ കൊണ്ടിടും. അതിനെതിരെ നമ്മുടെ ഉപവാസങ്ങളും പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രഖ്യാപിക്കും. നമ്മൾ വേദപുസ്തകം നന്നായി പഠിച്ചു നോക്കിയാൽ നന്നായി ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ദൈവമകനെ, ഒരു ദൈവമകൾ, അല്ലെങ്കിൽ അവൻ്റെ ആയിരിക്കുന്ന പ്രോപ്പർട്ടീസ്, അവൻ്റെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ അധീനതയിലാണ്. ദൈവം അനുവദിച്ചിട്ടല്ലാതെ ആർക്കും അതിനെ തൊടുവാൻ കഴിയത്തില്ല എന്ന ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരിക്കണം. ദൈവം അനുവദിച്ചിട്ടില്ലാത്ത ഒന്നിനെ ഒരു ശരീരത്തെ തൊടുവാൻ കഴിയത്തില്ല. ദൈവം അനുവദിച്ചിട്ടല്ലാതെ ഒന്നിനും എൻ്റേതായിരിക്കുന്ന ഒരു സ്ഥാപനത്തിലോ ഒന്നിലോ കൈവെക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ദൈവമക്കൾക്ക് ഉത്തമ ബോധ്യമുണ്ടാകണം. എൻ്റെ ദൈവം അനുവദിച്ചിട്ട് മാത്രമേ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ. നമുക്കറിയാം ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചു ദൈവം അനുവദിച്ചിട്ടാണ്, ദൈവം അനുവദിക്കാതെയല്ല. അപ്പം അതുകൊണ്ട് ദൈവം അനുവദിച്ചത്, ദൈവം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചെന്ന് പറഞ്ഞത്. ആലയത്തിലെ ചിലതിനെയും യഹോവയാക്കീമിനെ ദൈവം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് അവനെ കൊണ്ടുപോയത്. ഇനി നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വാക്യങ്ങളിലൊന്ന് വായിച്ച്. 2 Kings chapter 24 verses 14 to 16. യെരൂശലേമിലെയും സകല പ്രഭുക്കന്മാരും സകല പരാക്രമശാലികളുമായി 10,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. ദേശത്ത് എളിയ ജനം മാത്രമല്ലാതെ ആരും ശേഷിച്ചിരുന്നില്ല. യഹോവയാക്കീമിനെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി രാജമാതാവിനെയും രാജഭാര്യമാരെയും അവന്റെ ഷണ്ഡന്മാരെയും ദേശത്തിലെ പ്രധാനികളെയും അവൻ ബദ്ധരാക്കി യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയി. സകല ബലവാന്മാരുമായ 7,000 പേരെയും ആശാരിമാരും കൊല്ലന്മാരുമായ 1,000 പേരെയും ഇങ്ങനെ യുദ്ധപ്രാപ്തന്മാരായ സകല വീരന്മാരെയും ബാബേൽ രാജാവ് ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. ഈ പുസ്തകത്തിൽ ഇത് 2ാമത്തെ രാജാവിൻ്റെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ഭാഗത്തുനിന്ന് എത്ര പേരെ കൊണ്ടുപോയി എന്നൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി നമുക്ക് യെശയ്യാപ്രവചനം 39-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യത്തിലേക്ക് ഇത് പോയി. ഐശയ്യാ ചാപ്റ്റർ 39 verse 7. നീ ജനിപ്പിച്ചവനായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ രാജധാനിയിൽ ഷണ്ഡന്മാരായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നോക്കണം, ഇത് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുന്നൊരു പ്രവചനമാണ്. അത് നിവർത്തീകരിക്കപ്പെട്ടതായി
ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 24 അധ്യായത്തിൻ്റെ 14 മുതൽ വാക്യങ്ങളിൽ നിവർത്തിക്കപ്പെട്ട ഒരു ചരിത്ര സത്യമായി അത് മാറ്റപ്പെട്ടു. ഈ 39 അധ്യായത്തിന് 7, 6, 7 വാക്യങ്ങൾ എന്ത് സ്പഷ്ടമായിട്ടാണ് ആ പ്രവചനം പറയുന്നത്. ആ പ്രവചനം ഈ ദാനിയേലിന്റെ പുസ്തകത്തിലുള്ള ബന്ധത്തിലും ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലുള്ള ബന്ധത്തിലും നോക്കുമ്പോൾ എത്ര കൃത്യമായിട്ട് അത് അങ്ങനെ തന്നെ നിവർത്തിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നു, ബാബേൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവരെന്താക്കുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. 7-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം എന്താ പറയുന്നത്? ഒന്ന് വായിച്ചേ. 39:7-8 ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ രാജധാനിയിൽ ഷണ്ഡന്മാരായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവർ രാജാവിന്റെ രാജധാനിയിൽ ഷണ്ഡന്മാരായിരിക്കും. ഇനി ദാനിയേൽ പുസ്തകം ഇപ്പൊ നമ്മൾ വായിച്ച ഭാഗം വായിച്ചേ, അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ചേ. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജധാനിയിൽ നിൽക്കണമെന്ന് കൽപ്പിച്ചു. നോക്കണം, ആ ഭാഗത്ത് വരുമ്പോൾ ഇവരെവിടെ പോയിരിക്കുന്ന? രാജാവിന്റെ കൊട്ടാരത്തിൽ ഷണ്ണാധിപന്മാരായിട്ട് പോകുന്നു. ഇപ്പൊ ദൈവം അന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ നിവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനൊരു മാറ്റമില്ലാതെ. ഇനി മറ്റു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഷണ്ണന്മാരെന്ന് പറയുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന എബ്രായ പദത്തിന്റെ അർത്ഥം നമ്മളെ അക്ഷരികമാകുന്ന ഷണ്ണന്മാരെന്ന് ഉദ്ദേശിച്ചില്ല. ഇവിടെ പറഞ്ഞതിന് അർത്ഥം അങ്ങനെയല്ല. രാജാവിൻ്റെ ദാസന്മാർ എന്ന അർത്ഥം വരുന്ന ഷണ്ണന്മാരെന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ പദത്തിന് കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ദാസന്മാരായിരിക്കുന്ന രാജാവിൻ്റെ ദാസന്മാരെന്നും അർത്ഥമുണ്ട്, അക്ഷരാർത്ഥത്തിലുള്ള ഷണ്ണന്മാരും എന്ന അർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരെ രാജാവിൻ്റെ ദാസന്മാരായി രാജകൊട്ടാരത്തിൽ പാർപ്പിച്ചു, അപ്പോയിന്റ് ചെയ്തു എന്നാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് 3-4 വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. 3-4 വാക്യങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ആരംഭവാക്യമാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുടെ അത്. യെരുശലേമിലെ 3-4 വാക്യം വായിച്ചു. അനന്തരം രാജാവ് തന്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പനാസിനോട്, ഇസ്രായേലിൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരും ആയ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പാനും കൽപ്പിച്ചു. നോക്കണം, ഇവിടെ ദാനിയേലിനെ കൂട്ടരെ കൊണ്ടുപോയതും അവരെ എവിടെ ആക്കിയെന്നും ഒക്കെ ഉള്ളതായ കാര്യമാണ് പറയുന്നത്. അവിടെ ഏറ്റവും മികച്ച മിടുക്കന്മാരായിരിക്കുന്ന യുവാക്കളെയാണ് തെരഞ്ഞെടുത്ത് ബാബിലോണിലേക്ക് കൊണ്ടുപോയത്. അല്ലാതെ എന്നാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ടുപോയില്ല. ഇവിടെ ആരൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്, അതിൻ്റെ യോഗ്യത എങ്ങനെയുള്ള എലിജിബിലിറ്റി പറയുന്നുണ്ട്. അവരെ അംഗഭംഗമില്ലാത്തവരായിരിക്കണം, രാജസന്തതിയുള്ളവരായിരിക്കണം, കുലീനന്മാരായിരിക്കണം, സുന്ദരന്മാരായിരിക്കണം, സകല ജ്ഞാനത്തിൽ നിപുണരായിരിക്കണം, അറിവിൽ സമർത്ഥനായിരിക്കണം, വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായിരിക്കുന്ന ചില ബാലന്മാരെ നീ തിരഞ്ഞെടുത്ത് കൽദയ ദേശത്ത് കൊണ്ടുപോയി അവരെ വിദ്യയും ഭാഷയും പഠിപ്പിക്കണം. അപ്പൊ ഇസ്രായേൽ മക്കൾ ചിലരെ അവിടേക്ക് കൊണ്ടുവരിക.
അപ്പോൾ നെബൂഖദ്നേസർ ചെന്നിട്ട് ആലയത്തിലെ വിശുദ്ധ വസ്തുക്കളാകുന്ന പാത്രങ്ങൾ എടുത്തു. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ വരും തലമുറ നന്നായി തിളങ്ങേണ്ടതായ വരും തലമുറയെയും അവിടുന്ന് പൊക്കി എടുത്തുകൊണ്ടുപോയി. അവരുടെ ഏജ് പറയുന്നത് മേ ബി 13 to 17 years ഇൻ ബിറ്റ്വീൻ. 13 17 വയസ്സിനിടെ മധ്യമുള്ള ഈ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെയാണ് കണ്ടുകെട്ടിക്കൊണ്ടുപോയത് അറിയപ്പെടുന്നത്. അപ്പോൾ നോക്കണം, പ്രധാനമായും രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആലയത്തിൻ്റെ അകത്തെ വിശുദ്ധ വസ്തുക്കൾ എന്നറിയപ്പെടുന്ന ആലയത്തിന് പാത്രം കൊണ്ടുപോയി. രണ്ട്, വരും തലമുറ, ഇസ്രായേലിൻ്റെ വരും തലമുറകൾ എന്നറിയപ്പെടുന്ന ആ നിലയിൽ വളർന്നു വരേണ്ട മിടുക്കന്മാരായിരിക്കുന്നവരെയും ഇവിടുന്ന് കൊണ്ടുപോയി. അവിടെ വായിക്കുന്ന രാജകൊട്ടാരത്ത് സേവിക്കാൻ കഴിവുള്ളവർ. അപ്പൊ അതിൻ്റെ അർത്ഥം നെബൂഖദ്നേസർ വലിയ ബുദ്ധിമാനാണ്. ബുദ്ധിമാനായ ഒരു ഭരണാധികാരിയും ഒരു സമർത്ഥനായ ഒരു തന്ത്രജ്ഞനുമാണ്. ഈ യുവാക്കളെ അടിമകളാക്കി അവരെ അവിടുന്ന് കൊണ്ടുപോയി ബാബിലോൺ ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ബാബിലോണിൽ കൊണ്ട് താമസിപ്പിച്ചു. എന്താണ് ഇവരെ കൊണ്ടുപോകാനുള്ള കാരണം? ഈ ചെറുപ്പക്കാരെ എന്തിനാ ഇത്രയും പേരെ കൊണ്ടുപോകുന്നത്? ആ ക്രൈറ്റീരിയ, എലിജിബിലിറ്റി പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന ഒന്ന് ഇങ്ങനെയാണ്: ഈ തലമുറ വളരും, അവർ മിടുക്കന്മാരാകും, അവരുടെ നേതൃത്വത്തിൽ ഒരു തലമുറ എഴുന്നേറ്റ് ബാബിലോണിനെതിരെ പോരാടും. ഇത് മനസ്സിലാക്കിയ നെബൂഖദ്നേസർ അതിന് മിടുക്കന്മാരാകാൻ സാധ്യതയുള്ളവരെ കണ്ടുകെട്ടി ഇവിടുന്ന് കൊണ്ടുപോയി. നോക്കണം, എല്ലാവരെയും കൊണ്ടുപോയില്ല. അവിടെ വായിക്കുന്ന ബലഹീനത ഇട്ടു പോയി, കഴിവില്ലാത്തവരെ. അപ്പോൾ ഒരുവിധം കഴിവുള്ളവരെ എല്ലാം ഇവിടെ തൂക്കിയെടുത്തോളൂ എന്ന് പറഞ്ഞാൽ നാളെ ഇവർ വളർന്ന് മിടുക്കന്മാരായി ബാബിലോണിനെതിരെ ഒരു കാരണവശാലും യുദ്ധം ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവനറിയാം, ഇവർ വളർന്നു വന്നാൽ ഈ ബാബിലോണൊരു തലവേദനയായിരിക്കുമെന്ന് ഇവന് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ തുടർന്നുള്ള ഭാഗം നന്നായി ശ്രദ്ധിച്ചോണം. ഈജിപ്തിൽ കർക്കമിഷിൽ വെച്ച് ഫറവോൻ നെക്കോവുമായി യുദ്ധം നടന്നു. അവിടുന്ന് ആരെയും ഇതുവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയതൊന്നും പറയുന്നില്ല. ഫറവോൻ നെക്കോയെ കൊണ്ടുപോയതും പറയുന്നില്ല. എന്നാൽ ഇതിനകത്ത് നോക്കണം, തെരഞ്ഞു പിടിച്ച കുലീനന്മാരും രാജസന്ധയിൽപ്പെട്ടവരും അവൻ വിദ്യ അഭ്യസിച്ചവരും മിടുക്കന്മാരും കഴിവുള്ളവരുമായിരിക്കുന്ന ഒരു വലിയ യുവാക്കന്മാരെ കണ്ടുകെട്ടി അവിടെ കൊണ്ടുപോയി. ഇവനറിയാം, ഇവർ വളർന്നു വന്നാൽ ഇതൊരു വലിയ സാമ്രാജ്യമായി മാറും. നാളെ ബാബിലോണിനെ ഇവർ കീഴ്പ്പെടുത്തുമെന്ന് നെബൂഖദ്നേസർ രാജാവിന് ഉത്തമ ബോധ്യമുണ്ട്. നാം മനസ്സിലാക്കേണ്ട വസ്തുത, ആലയത്തിൽ പൊൻപാത്രം എടുത്തുകൊണ്ട് പോയി. ഞാൻ മുമ്പ് പറഞ്ഞു ദൈവം ഏൽപ്പിച്ചു, ഓക്കെ, സമ്മതിച്ചു, ദൈവം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. ഇവന്റെ നോട്ടം മുഴുവൻ അവന് എന്താ ചെയ്തുള്ളൂ? വാസ്തവത്തിൽ ഇസ്രായേലിനെ തൊടുവേണ്ടതിന് യാതൊരു ആവശ്യമില്ല. അന്നത്തെ രാജാവ് ഫറവോൻ നെക്കോയ്ക്ക് സപ്പോർട്ട് കൊടുത്തതേ ഉള്ളൂ. പക്ഷെ ഫറവോൻ നെക്കോയുമായുള്ള യുദ്ധത്തിൽ അവനെ കീഴ്പ്പെടുത്തിയ ശേഷം തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ ഒന്ന് ഞോണ്ടുക എന്ന് പറയുന്നവരകത്തോട്ട് കയറി ഒന്ന് ഞോണ്ടി. അവൻ ലക്ഷ്യം മുഴുവൻ ഇതില്ലാതാക്കണം. ഇവന്റെ പദ്ധതി മുഴുവൻ ഇതാണ്: ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കാൻ പാടില്ല, അത് വളരാൻ പാടില്ല. വളർന്നാൽ
അതെനിക്കൊരു തലവേദനയാണ്, എൻ്റെ രാഷ്ട്രത്തിന് തലവേദനയാണ്, ഞാൻ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയാണ്, ഇവൻ വളർന്നു വന്നാൽ എൻ്റെ സാമ്രാജ്യത്തെ ഇവൻ ഇല്ലാതാക്കും. ഇത് മനസ്സിലാക്കിയിട്ട് രാജാവ് ഇവിടെ ഉണ്ടായിരുന്ന ഇത്രയും ജനങ്ങളെയും പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. രണ്ടാമത് ഇസ്രായേലിലെ ശക്തിയുടെ സ്രോതസ്, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ആലയമാണെന്ന് അവനറിയാം. അതുകൊണ്ട് ആലയത്തിൻ്റെ അകത്തെ പാത്രങ്ങളെയും അവൻ എടുത്തുകൊണ്ട് പോയി. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ നിലയിൽ ഈ നെബൂഖദ്നേസർ ഹൃദയത്തിൻ്റെ അകത്ത് ഈ നിലയിൽ വന്നതുകൊണ്ടാണ് ഇതിന് തൂത്തുപറക്കി കൊണ്ടുപോയത്. ബലഹീനരെ മാത്രം ഇട്ടിട്ട് ബാക്കി കഴിവുള്ളവരെ മൊത്തം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരുത്തനും വളർന്നു വരാൻ പാടില്ല. ഇനി അടുത്തൊരു തലമുറ കുറേയേറെ വർഷങ്ങളിലേക്ക് ഇതിൻ്റെ അകത്തു നിന്നും ഒന്നും പച്ച പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇതിനെ ഈ നിലയിൽ ആക്കി തീർക്കാൻ വേണ്ടിയാണ് നെബൂഖദ്നേസറിന്റെ പദ്ധതി എന്ന് കുറെ കഴിയുമ്പോൾ അടുത്ത ഭാഗങ്ങൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അതൊന്നുകൂടി ഞാൻ തെളിയിച്ചു തരാം. എൻ്റെ മുമ്പിൽ അതിന് സമയമില്ല, 5 മിനിറ്റേ ഉള്ളൂ. നാം ഓർത്തിരിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, ഇവിടെ ഇനി ഒരു കാരണവശാലും നമ്മൾ സാധാരണ പറയുന്നത് പച്ച പിടിക്കല്ലേ, ഇതിനകത്തുനിന്ന് ഒന്നും മുളച്ചു വരല്ലേ, ഇതിന് ഒരു കാരണവശാലും ശക്തി പ്രാപിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കിട്ടിയ സമയത്തിനുള്ളിൽ ഇതവൻ ചെയ്തെടുത്തത്. എന്നാൽ നെബൂഖദ്നേസറേ, നിനക്ക് തെറ്റിപ്പോയി. എൻ്റെ ദൈവം നിന്നെ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് നിന്നെ ആലയത്തിൻ്റെ അകത്ത് കയറുവാൻ അനുവദിച്ചത്. ഇല്ല എങ്കിൽ കയറാൻ അനുവദിച്ചവനൊക്കെ പാഠം പഠിച്ചിട്ടുണ്ട്, ഇസ്രായേലിനെ തൊട്ടവനൊക്കെ പൊള്ളിയിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ഈ ജനത്തെ ഒന്ന് ശുദ്ധീകരിച്ച് ഈ രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി മാത്രം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് രാജാവേ, നെബൂഖദ്നേസറേ എന്ന് അവൻ മനസ്സിലാക്കാതെ പോയി. അവൻ ചിന്തിച്ചത്, ഇതുകൊണ്ട് പദ്ധതി പൂർത്തീകരിച്ചു, എൻ്റെ മിഷൻ പൂർത്തീകരിച്ചു, എനിക്കിനി സമാധാനത്തോടെ ജീവിക്കാമെന്ന് ചിന്തിച്ചപ്പോൾ തമ്പുരാൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഇന്ന് രാത്രിയിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളുടെയും വരുമ്പോൾ അവരെ പേര് മാറ്റിയത്, അതൊന്ന് മ്യൂട്ട്, ഓക്കെ, അവരെ പേര് മാറ്റിയത്, അവരുടെ ഭക്ഷണ രീതി മാറ്റിയത്, ഇതിൻ്റെ എല്ലാം പിൻപിൽ വൻ പദ്ധതികളുണ്ടായിരുന്നു. അതൊക്കെ ദൈവം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച ഞാൻ ആ ഭാഗം കുറേ കൂടെ നന്നായി വിശദീകരിക്കാം. ഈ രാത്രി എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, ഈ നിലയിൽ ചെയ്തിട്ടും ഇസ്രായേലിനെ 70 വർഷം തീറ്റിപ്പോറ്റിയതല്ലാതെ ഇസ്രായേലിൻ്റെ രാഷ്ട്രം നഷ്ടപ്പെടുത്തുവാനോ ഇസ്രായേലിനെ ഛിന്നഭിന്നമാക്കാനോ ഒന്നും സാധിച്ചില്ല. ആ രാജ്യത്തിൻ്റെ അകത്തെ ധനം കൊണ്ട് തന്നെ ആ രാഷ്ട്രം വീണ്ടും പണിയപ്പെട്ടു. ആ രാഷ്ട്രത്തിനകത്ത് പണം കൊണ്ട് തന്നെ ആലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. അതിൻ്റെ അകത്തുനിന്ന് ആലയത്തിൻ്റെ മതിൽ പൂർത്തീകരിച്ചു. അതിൻ്റെ അകത്ത് വീണ്ടും ജനം അതിൻ്റെ അകത്ത് താമസിക്കുവാൻ തുടങ്ങി. അവിടെ ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കേണ്ട വസ്തുത, നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് ചിലത് വന്നിട്ട് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി നമ്മൾ ചിന്തിച്ചാലും, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട നന്മ അവൻ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി, ലഭിക്കേണ്ട വരുമാനം അവൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി, ലഭിക്കേണ്ട പുരോഗതി അവനില്ലാതാക്കി. ഒരുപക്ഷെ ചില മനുഷ്യ വ്യക്തികളായിരിക്കാം അതിന് മുൻപിൽ പ്രവർത്തിച്ചതെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയിരിക്കാം. ദൈവം അനുവദിച്ചിട്ട് മാത്രം. 2, അത് സദാകാലത്തേക്കുമല്ല. അവൻ പ്രതീക്ഷിക്കുന്ന പോലെ അതിൽ നിന്നൊരു ഫലം കിട്ടത്തില്ല. ഇതിൻ്റെ അകത്തോട് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്
തൻ്റെ ജനത്തെ ശുദ്ധീകരിച്ച് ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് ആ പഴയ പ്രൗഢിയിൽ നിർത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്ക് ദൈവത്തെ ജനത്തോട് പറയട്ടെ, താൽക്കാലികമാകുന്ന നിലയിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചാൽ, എന്തെങ്കിലും കഷ്ടങ്ങൾ സംഭവിച്ചാൽ, ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന പലരും നഷ്ടപ്പെട്ടു പോയാൽ, ചില വ്യക്തികൾ മുൻപോട്ട് വന്ന് നമ്മളോട് ശത്രുപരമായി പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും ശരി, അവൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും സംഭവിക്കത്തില്ല. താൽക്കാലികമായി ചില നഷ്ടപ്പെടുത്തിയേക്കാം, താൽക്കാലികമായി ചില തടസ്സങ്ങൾ ഇട്ടേക്കാം, താൽക്കാലികമായി ചിലതൊക്കെ അടച്ചു വെച്ചേക്കാം. സദാകാലത്തേക്കും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സമയമാകുമ്പോൾ ദൈവം തന്നെ പദ്ധതിയുടെ കരം നീട്ടും. തുറക്കേണ്ടത് തുറക്കും, അടയ്ക്കേണ്ടത് അടച്ചിട്ട് രാജ്യം ഏൽപ്പിക്കേണ്ടതിന്റെ കയ്യിൽ ദൈവം രാജ്യം ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാൽ ദൈവജനങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക. ദൈവം തൻ്റെ ജനതയുടെ അത്ഭുതപ്പെടുത്തി. ഇന്നും ഇസ്രായേലിന് വേണ്ടി ആ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. പലരും നോക്കി, പക്ഷെ ഇസ്രായേലിനെ തൊടുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം സ്ഥാപിച്ചതിനെ എത്രയെല്ലാം നോക്കിയാലും അതിനെ തച്ചുടയ്ക്കാൻ കഴിയത്തില്ല. ഫറവോൻ അതിൻ്റെ ആരംഭത്തിൽ നോക്കി, ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊള്ളുന്ന സമയത്ത് നോക്കി, 2 വയസ്സ് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ നോക്കി. ആ ഒരു തലമുറ ഇല്ലാതെ പോകണം. പക്ഷേ അതിൻ്റെ അകത്തു നിന്നും ഒരുത്തന്നെ ദൈവം വളർത്തിയെടുത്തുകൊണ്ട് വന്നു. നമുക്കറിയാം, ചരിത്രം അങ്ങനെ പഠിച്ചു പോകുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദാനിയേലിന് ഇനി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുടങ്ങാതെ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക, പഠിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.